ഹലോ, നമസ്കാരം. ഈ ഓസ്ട്രേലിയ, അമേരിക്ക, ന്യൂസിലാൻഡിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ വലിയ സ്വപ്നമാണ് ഒരു വീട് സ്വന്തമാക്കുക എന്നത്. വീട് മേടിക്കുക എന്നത് ഏത് ആൾക്കും പറ്റും, പക്ഷേ ആ വീട് സ്വന്തമാക്കുന്നത് എല്ലാവർക്കും പറ്റത്തില്ല. ചില ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ ബാങ്കുകാർ ഇറക്കി വിടും, കുറേ ആൾക്കാർ വിറ്റുപോകും, കാരണം മാർഗമില്ലാതെ. അപ്പം നമ്മൾ സന്തോഷിക്കണമെങ്കിൽ നമുക്ക് വീട് സ്വന്തമാക്കണം. അതിനുള്ളൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ചെറിയ ബുദ്ധി പറഞ്ഞു തരുന്നതാണ്. ഞാൻ ഭയങ്കര ഫൈനാൻഷ്യൽ അഡ്വൈസറൊന്നുമല്ല, എന്നാലും അത്യാവശ്യം കോമൺ സെൻസ് ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. സാധാരണ ഒരു കർഷകൻ്റെ ബുദ്ധി അത്ര മതി. നിങ്ങൾ വീട് മേടിക്കാൻ ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ നിങ്ങളുടെ സാലറിയൊക്കെ നോക്കിയിട്ട് പറയും $1 million നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ, സാറേ ചേട്ടൻ ചേച്ചിയും കൂടെ ഇറങ്ങിയിട്ട് അയൽവക്കത്തെ വീട്ടിലെ ചേട്ടൻ്റെ വീട് കണ്ടോ, ആ വീടിനാണെങ്കിൽ 10 ബെഡ്റൂമുണ്ട്. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ വീട് കണ്ടോ, ആ വീടിനാണെങ്കിൽ 5 ബെഡ്റൂമും മറ്റേ 1000 സ്ക്വയർ മീറ്റർ ലാൻഡും ഉണ്ടെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ തുടക്കക്കാരാ, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്കും വേറെ വരുമാനം കാണും. നിങ്ങൾ എന്ത് ചെയ്യണം? 1 million തരാമെന്ന് പറഞ്ഞാൽ 5 ലക്ഷം എടുക്കാവുള്ളൂ. എടുത്തിട്ടോ അതിന് പറ്റിയൊരു വീട് മേടിച്ച് അവിടെ താമസിക്കുക. ലീവിങ് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും വാങ്ങിച്ചെല്ലണം. മറ്റേ 1 million തരാമെന്നല്ലേ പറഞ്ഞത്, ബാക്കി 5 ലക്ഷം തരാമോ എന്ന് ചോദിച്ചാൽ ചെല്ലുന്നത്. പക്ഷേ അവർ 5-ന് പകരം 7 തരും. കാരണം എന്താ അറിയോ? നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയാണ് മേടിക്കാൻ പോകുന്നത്. അവർ പറയും ഓക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി, അതിൻ്റെ ഇൻകം എത്രയുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി അവിടെ ലോൺ കൊടുത്ത് അവിടെ റെൻറ്റ് കൊടുത്ത് തന്നെ കിട്ടും എന്നൊക്കെ നോക്കിയിട്ട് ഓക്കെ 7 ലക്ഷം രൂപ തരാം. നിങ്ങൾ എടുക്കാവുന്ന മാക്സിമം എടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കുക. എന്നിട്ട് നിങ്ങൾ എല്ലാ വർഷവും ടാക്സ് റിട്ടേൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ പൈസ, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് വരുന്ന ലോണിൻ്റെ ആ നഷ്ടം വരുന്ന പൈസ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ആ ഓരോ പ്രാവശ്യം ക്ലെയിം ചെയ്ത് പോവുക. കുറേ നാൾ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സ്ഥലത്തിന് അങ്ങ് വില കൂടിയെന്ന് വിചാരിച്ചു. വില കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം രൂപയും കൂടി, $2 ലക്ഷം കൂടി. നേരെ വിറ്റോളുക. വിറ്റിട്ട് അതിന് ടാക്സ് കൊടുത്തിട്ട് ആ ബാലൻസ് പൈസ നേരെ നമ്മുടെ റെസിഡൻഷ്യൽ ഹോമിലേക്ക് അടയ്ക്കുക. എന്നിട്ട് വീണ്ടും പോകുക, വീണ്ടും ലോൺ എടുക്കുക, വീണ്ടും ഇത് തന്നെ അടയ്ക്കുക. നിങ്ങൾക്ക് ആ സമയത്ത് നഷ്ടം വന്നെന്ന് വിചാരിച്ചു. നഷ്ടം വന്നാൽ നിങ്ങൾക്ക് ടാക്സ് റിട്ടേണിൽ ക്ലെയിം ചെയ്യാം. ഞങ്ങൾ വീട് മേടിച്ചു, ഇൻവെസ്റ്റ്മെൻറ്റ് ചേർത്തി, നിങ്ങൾക്ക് നഷ്ടം വന്നു, അതുകൊണ്ട് ഞങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ അപ്പോഴും നിങ്ങൾക്ക് നഷ്ടം വരുന്നില്ല. ആ രീതിയിൽ മാത്രമേ ഒരു വീട് സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് താമസിക്കുന്ന ആൾക്ക് നാളെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ചിലവ് കൂടിക്കൂടി വരത്തുള്ളൂ. ആ ചിലവ് കുറയ്ക്കാനുള്ള മാർഗം ഈ ഒരു രീതി മാത്രമേ ഉള്ളൂ. പല ആളുകളും പറയാറുണ്ട്, ഞങ്ങൾ ബാങ്കിൽ പോയി കിട്ടുന്നതിന് മാക്സിമം മേടിച്ചിട്ട് വീടങ്ങ് മേടിക്കും. വീടങ്ങ് മേടിച്ച് കഴിഞ്ഞാൽ $1 million ഭയങ്കര സന്തോഷമാട്ടോ. അതിനകത്ത് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വിളിച്ച് ഒരു പെരവാസിലേക്ക് നടത്തി സുഖമായിട്ട് നല്ല 8-10 ബെഡ്റൂമുള്ള വീട്ടിലേക്ക് കിടക്കും. കിടന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അയ്യോ എനിക്ക് നടുവേദനയായി, കാലുവേദനയായി. ഈ പ്രായം കൂടി ഇത് 30 വർഷത്തേക്കാണ് ലോൺ തരുന്നത്. നമ്മൾ 40-ാമത്തെ വയസ്സ് ചെയ്യുന്നത് 30 വർഷത്തേക്ക് എടുത്ത 70 വയസ്സ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 70 വയസ്സ് പോയിട്ട് 60 വരുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ എന്നാ ചെയ്യും? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ വീട് വിൽക്കും. അപ്പോൾ അതിലൊക്കെ ചേട്ടൻ ചിരിക്കും, കണ്ടില്ലേ നമ്മുടെ വീട് കണ്ടിട്ട് മേടിച്ചാൽ, കണ്ടില്ലേ നമ്മുടെ വീട്ടിലേക്കാളും മുഴുത്ത മേടിച്ചാൽ, കണ്ടില്ലേ എന്നിരുന്ന് ചിരിക്കും. ആ ചിരിക്കാതിരിക്കുന്നതിന് എന്ത് ചെയ്യണം? നമുക്കൊരു 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ 15 വർഷം കൊണ്ട് വീട് സ്വന്തമാക്കണം. അപ്പോൾ ഇതേ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. നമ്മുടെ ലീവിങ് എക്സ്പെൻസ് കുറഞ്ഞാൽ മാത്രമേ നമ്മുടെ പൈസ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുന്നതനുസരിച്ച് നമുക്ക് പൈസ കൂടി വരത്തുള്ളൂ. നമുക്ക് നമ്മുടെ കഴിവ് കൂടി കുറഞ്ഞു വരത്തുള്ളൂ. കാരണം പറഞ്ഞുതരാം. പണ്ട് 25 വയസ്സുള്ളപ്പോൾ ഞാൻ ജോലിക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വന്ന സമയത്ത് അന്ന് എനിക്ക് 28 വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നു. വന്ന സമയത്ത് ഞാൻ ജോലിക്ക് പോകുകയാണെങ്കിൽ 12 മണിക്കൂർ ഷിഫ്റ്റ് 5 ദിവസം ചെയ്താൽ ഞാൻ മടുക്കത്തില്ല. പക്ഷേ ഇപ്പോഴാണ് 8 മണിക്കൂറിന് ഷിഫ്റ്റ് 5 ദിവസം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 5 ദിവസം ആകുമ്പോഴത്തേക്ക് ഞാൻ മടുക്കും. നമ്മൾ ടയേർഡായി. പണ്ടത്തെ ആ കഴിവ് കുറഞ്ഞു. നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കും. കഴിവല്ല, നമ്മുടെ എന്താ പറയണേ, കഴിവെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ആ എഫിഷ്യൻസി, നമുക്ക് ആ കുറേ നേരം നിൽക്കാനും കുറേ നേരം ചെയ്യാനുള്ളൊരു മടുപ്പില്ലായ്മ, ശരീരത്തിൻ്റെ ആ ഇത് കുറഞ്ഞു വരും. അത് കുറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കൊരു വീട് സ്വന്തമായിട്ട് വേണം. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ചില ആളുകൾ പറഞ്ഞു തരുന്നത്, നിങ്ങളൊരു $1 million വീട് മേടിച്ചാൽ കുറേ കഴിയുമ്പോൾ വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടും. അത് റെസിഡൻഷ്യൽ ഹോമേ, അത് വിൽപ്പന നടക്കത്തില്ല. കാരണം നിങ്ങളുടെ പിള്ളേർ താമസിക്കുന്നത് അവിടെയാണ്, നിങ്ങളുടെ പള്ളിയിൽ പോകുന്ന അവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതുമായിട്ടൊരു അറ്റാച്ചഡാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വിൽക്കാതെ വെച്ച് കഴിഞ്ഞാൽ വിൽപ്പന നടക്കത്തില്ല. ആ സമയത്തേക്ക് പിള്ളേരൊക്കെ വലുതാവും. പിള്ളേർ വലുതായി പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പൈസയൊന്നും അടയ്ക്കത്തില്ല. അവസാനം നിങ്ങളത് വിറ്റിട്ട് വാടക വീട്ടിൽ പോകേണ്ടി വരും. ഇത് വന്നിട്ടുള്ള പല ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ വീട് സ്വന്തമാക്കാൻ പറ്റും. അപ്പം ഇഷ്ടമുള്ള ആളുകൾ മാത്രം ഇങ്ങനെ ചെയ്യുക. എനിക്ക് തോന്നി, എൻ്റെ ചെറിയ ബുദ്ധി തോന്നിയ കാര്യമാണ്. ഓക്കെ, എന്നാൽ ബൈ.